കണ്ണിലൊക്കെയും വെള്ളമായി. ടൂണിംഗ് ഫോർക്കിലൊന്നാഞ്ഞു തട്ടുമ്പോൾ മൂക്കത്തെ കണ്ണ് കാണത്തില്ലല്ലോ. നല്ല ഉന്നോ. സ്റ്റാൻഡപ്പ് അഞ്ജലി. വാട്ട് നോൺസെൻസ് ആർ യു ഡൂയിങ്? തീരെ കൊച്ചുകുട്ടിയാണെന്ന വിചാരം? ടീച്ചറെ, അത് ഞാൻ... മതി, നോ എക്സ്പ്ലനേഷൻസ്. ആ ഡസ്റ്റർ വലിച്ചു കിടാതെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞാൻ കണ്ടതാ താൻ അവിടെ ഞെളിപ്പിരി കൊള്ളുന്നത്. ബെല്ലടിക്കുന്നവരെ അങ്ങോട്ട് മാറി നിൽക്ക്. സൈലൻസ്. കണ്ടിന്യൂ. മുൻകോപത്താൽ കണ്ണുരുട്ടിയാൽ ന്യൂട്രോണും പ്രോട്ടോണും കൂട്ടിമുട്ടും. പാടത്തെ മാക്രിയും തട്ടിയും പട്ടിയും മാനം കെട്ടു മലർന്നു വെട്ടി. ഓപ്പറേഷൻ പഠിച്ചു. നമുക്കൊരു വിസ അടിച്ചാലോ? ഇന്നെന്റെ ബർത്ത്ഡേ. Wow, happy birthday Anjali. Many happy returns of the day. Thank you. Happy birthday to you. Happy birthday. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക. ശമ്പള പരിഷ്കരണം ഉടൻ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് യൂണിയൻ സിന്ദാബാദ്. ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക. 1997 മാർച്ച് മാസം നടപ്പാക്കിയ ശമ്പള പരിഷ്കരണം കഴിഞ്ഞ 8 വർഷമായി പുനഃപരിശോധിക്കാതെ കേരളത്തിലെ 5.5 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും ഈ സർക്കാർ വഞ്ചിക്കുകയാണ് ഉണ്ടായത്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ 10 മടങ്ങ് വില വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞൊരു വർഷത്തിനുള്ളിൽ 5 തവണയാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ വർധനവുണ്ടായത്. 8 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന സവോളയ്ക്ക് ഇന്നത്തെ കമ്പോള വില 22 രൂപയാണ്. ഉപ്പ് മുതൽ കർപ്പൂരം വരെ വാങ്ങാൻ അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് നമ്മൾ ഇന്ന്. കേരളത്തിൽ ഇടത്തരക്കാരായ ജനങ്ങളിൽ നാം അറിയാതെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുതമാണ് ഈ ഉപഭോക്തൃ സംസ്കാരം. ഇതിനെ വളർത്തിയെടുക്കുന്നതിന് മുഖ്യ പങ്കാളി ഉപയോഗിച്ച് പഴഞ്ചൻ ആഗോളവത്കരണം തന്നെയാണ്. മനസ്സിലാക്കുന്നില്ല. നീ ടെൻഷൻ അടിക്കാതെ, ഞാൻ സ്കൂളിൽ നോക്കിയിട്ട് വേഗം വരാം. നമ്മൾ കടമെടുക്കുന്ന ഈ വിദേശ സംസ്കാരം ഇനി വരുന്ന തലമുറയുടെ അന്തകനായി മാറുമെന്ന് ഈ NCC-ന്നും സ്പോർട്സിന്നൊക്കെ നിർബന്ധിച്ച് മാറ്റി നിർത്തിയാ ഞങ്ങളവനെ. ഇക്കൊല്ല ഏതായാലും മറ്റൊന്നിൽക്കും ഡൈവേർട്ട് ചെയ്യണ്ട. പഠിക്കാവുന്ന സമയത്രയും പഠിക്കട്ടെ. ഏതെങ്കിലും ഒരു റാങ്ക് കിട്ടാതിരിക്കില്ല. ഞാനങ്ങനെ റാങ്കിന് വേണ്ടിയൊന്നും പഠിപ്പിക്കുന്നില്ല. മെഡിസിനും എഞ്ചിനീയറിംഗിനും വിടാൻ ഉദ്ദേശിക്കുന്നില്ല. സാറ് പറഞ്ഞതാ കറക്റ്റ്. ഈ ഡോക്ടറി എഞ്ചിനീയറിംഗ് ഒക്കെ പാർക്കാ വേണ്ടിയേ. ഇപ്പൊ ഡിമാൻഡ് മുഴുവൻ IT ഫീൽഡിനല്ലേ. എത്ര ശമ്പളം? 1-1.5 ലക്ഷം അല്ലേ? അതൊക്കെ എത്ര കാലത്തേക്കാ സാറേ? ശമ്പളത്തെക്കാൾ ഉപരി നല്ല റെസ്പെക്ടബിൾ പ്രൊഫഷനിലെത്തണം. IAS ഒക്കെ പോലെ. അതിന് വെറുതെ കാണാതെ മാത്രം പഠിച്ചാൽ പോരാ. എല്ലാത്തിനും അവിടെ നല്ല ആറ്റിറ്റ്യൂഡ് വേണം, പ്രത്യേകിച്ച് ജനറൽ. ശരിയാ. എന്നാൽ ഈ സിവിൽ സർവീസ് ഒക്കെ എഴുതിയെടുക്കാന്ന് പറഞ്ഞ അല്ല, ഞാൻ പറയണ്ടല്ലോ. ഒക്കെ സാറിന് അറിയാലോ. എല്ലാത്തിനും ഒരു ഭാഗ്യം അല്ലേ സാറേ? അതെ. റോക്കറ്റല്ല പാട്ടി, ഒരു ചെറുക്കണ്ടായിരുന്നു ഞാൻ പറഞ്ഞേനെ. ரொம்ப ലേറ്റ്. വെരി സോറി. കാട് കളിക്കോ? അല്ല, സാരതെവിടെ ആയിരുന്നു? ആഹാ, ട്യൂഷൻ കഴിഞ്ഞ് നീ എത്തിയോ? പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നീ ഇത് എവിടെ ആയിരുന്നടാ ഇത്രയും നേരം? എന്താ നിന്ന് ചിരിക്കുന്നേ? വിളിച്ചന്വേഷിക്കാൻ ഇനി ഒരു സ്ഥലവുമില്ല. അമ്മ ഇതന്നെ അമ്മ പൂട്ടിക്കൊണ്ട് നടക്കുന്നേ. ഒന്ന് വേഗം തുറന്നേ. തലവേദന എടുത്തിട്ട് പോയോ? കണ്ടോ കള്ളൻ വെറുതെ വിഷയം മാറ്റുന്നതാണ്. കള്ളൻ നിന്റെ വിഷമിക്കണ നിനക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ദാണ്ട് അച്ഛൻ വരുന്നുണ്ട്. നീ അങ്ങനെ വിധമൊന്നും മാറ്റണ്ട. എവിടെയായിരുന്നു ഇത്രയും നേരം? അച്ഛനും ഇന്ന് ലേറ്റ് ആണല്ലോ. ഇത് ചോദിച്ച കേട്ടില്ലേ നീ? നീ 2 പേരോട് കൂടി ഒരുമിച്ച് വിശദമായി വിസ്തരിക്കാം. എന്താ പോരെ? തൽക്കാല സഭയൊന്ന് പിരിഞ്ഞ് ഇനി എല്ലാവർക്കും ഒരു വീട്ടിലേക്ക് പോകാം. ചെല്ലേ ആന്റി, ഒന്ന് കേറി. ചേച്ചി പറഞ്ഞ പോലെ ഇതിലെന്താ കളത്തിലുണ്ട്. അതാ ഇനി ഇത്ര സ്മാർട്ട് ആവുന്ന. ഇതിനാണ് മോളെ പറയുന്നേ തരികിടാ. എന്തോ കുളിയാടാ. കൊറേ നേരം നന്നായിട്ട് സോപ്പ് തേച്ചോ. പക്ഷെ സ്കൂളിൽ വിട്ടിട്ട് മണിക്കൂർ 2 കഴിഞ്ഞില്ലേ? മക്കളിങ്ങ വരാൻ 2 മണിക്കൂറൊന്നും ആയില്ലച്ചാ. ഇല്ലേ? എന്നാ മോനൊന്ന് വേഗം ഇറങ്ങ. മക്കളുടെ വിസ്തരിക്കല് കേൾക്കാനേ അച്ഛനും അമ്മ റെഡി ആയിട്ട് ഇരിക്കുക. വേഗം ഇറങ്ങ. അച്ഛനെ വിവേകിനെ അറിയില്ലേ? ഏത് അമ്പള മുക്കിനോട് വരുന്ന? കഴിഞ്ഞ വർഷം എനിക്ക് ഉണ്ടായിരുന്ന അവൻ തന്നെയല്ലേ
ഈ വർഷം NCC ക്യാപ്റ്റൻ. ആ അവൻ തന്നെ. ഞങ്ങൾ ഒരുമിച്ചാ പാതി വഴി വരെ. ഞങ്ങള് സൈക്കിളിങ്ങിന് വരുമ്പോ പെട്ടെന്ന് തലയൊന്ന് കറങ്ങി. പിന്നെ സൈക്കിള് ഞാനൊരു കടയിൽ ഏൽപ്പിച്ച് ഒരു ഓട്ടോറിക്ഷ പിടിച്ചവനെ വീട്ടിൽ കൊണ്ടാക്കി. എത്ര പറഞ്ഞിട്ട് എന്റെ മമ്മി ചായ കുടിക്കാതെ വിട്ടില്ല. അങ്ങനെ കറങ്ങി തിരിഞ്ഞപ്പോ സമയം അങ്ങ് വൈകി. എന്നാ നിനക്ക് അവിടെ നിന്ന് ഫോണിലൊന്ന് വിളിച്ചുകൂടായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ എന്റെ കൊച്ചൻ അങ്ങനെ ഇങ്ങനൊന്നും വായി നോക്കി നടക്കില്ലെന്ന്. ആ എന്തായാലും കൊള്ളാം. പരീക്ഷ ഇങ്ങ് അടുത്ത് വരിക. ചോദിക്കാതെയും പറയാതെയും ഇനി അങ്ങനെ കറങ്ങി തിരിയണ്ട. ഓ ഈശ്വരാ, താങ്ക്സ്. പണ്ട് ഇതുപോലെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ സ്കൂള് വിട്ട് കഴിഞ്ഞ് വീട്ടിൽ പറയാതെ ഞാൻ കെട്ടുപന്ത് കളിക്കാൻ പോയത്. കെട്ടുപന്തോ? അതെന്നാച്ചാ? അന്നൊക്കെ ഇപ്പോഴത്തെ പോലെ പന്ത് വാങ്ങിക്കാൻ പിള്ളേരുടെ കാശുണ്ടോ? ഈ പ്ലാസ്റ്റിക് ഒക്കെ വെച്ച് വരിഞ്ഞ് ഒരു വലിയ പന്ത് പോലെ കെട്ടി ഉണ്ടാക്കുന്ന ഒരുതരം ബോള് വെച്ചാ കളിയൊക്കെ. കളിയുടെ രസം മൂത്ത് സന്ധ്യ ആയതറിഞ്ഞില്ല. സ്കൂള് വിട്ട് എന്നെ കാണാഞ്ഞ് അച്ഛനും സുകുമാരൻ നായരും ആ ചെത്തുകാരൻ പ്രസന്നും എന്ന് വേണ്ട കര മുഴുവൻ അങ്ങ് തപ്പി ഇറങ്ങി. എന്നൊക്കെ ഈ പിള്ളേരെ പിടുത്തക്കാരുള്ള കാലമാണ്. ഒടുവിൽ ഒരു കണക്കിന് അവരെന്നെ തപ്പിപ്പിടിച്ചു. അപ്പൊ തന്നെ കിട്ടിയില്ലേ അച്ഛന്റെ വക സമ്മാനം. വീട്ടിലോട്ട് ചെന്നപ്പോഴേ അമ്മ ചോറിലും പിടിച്ച് അങ്ങനെ തുള്ളി നിൽക്കുക. അമ്മയ്ക്ക് പിടികൊടുക്കാതിരിക്കാനായി വീടിന് ചുറ്റും ഒരൊറ്റ ഓട്ടമാ. അമ്മയുണ്ടോ വിടുന്നു ചോറിലുമായിട്ട് പുറകെ. പണ്ടുള്ളവര് പറയുന്നേ വീടിന് ചുറ്റും ഓടിയാ അമ്മയുടെ അമ്മിഞ്ഞായിക്ക് നീര് വരുന്ന. ഓടിച്ചിട്ട് പീടിച്ച് പൊതിരെ തല്ലി ടമാ ടിമാന്ന് പറയാതെ കളിക്കാൻ പോയതിനും കള്ളം പറഞ്ഞതിനും ഒക്കെ. അന്നത്തെ ആ അടി കൊണ്ട് വലിയൊരു ഗുണം ഉണ്ടായി. പിന്നീട് ഇതുവരെ എന്റെ ഈ പ്രായം വരെ കള്ളം പറഞ്ഞിട്ടില്ല. പാവ അമ്മ. അടിയും ബഹളവും വഴക്ക് പറച്ചിലും ഒക്കെ അമ്മയായിരുന്നു. അച്ഛനെ പിന്നെയും പറഞ്ഞു കളിപ്പിക്കാൻ ഈസിയാ. അമ്മയ്ക്ക് എന്നെ എന്തിഷ്ടമായിരുന്നു എന്നറിയോ? ഈ ചേട്ടന്റെ ഒരു കാര്യം അപ്പോഴത്തേക്കും കണ്ണു നിറഞ്ഞു. അയ്യോ, ഇനി അത് കൈകൊണ്ട് എടുത്തിട്ട് കയ്യിൽ കുപ്പിച്ചിലുകൊണ്ട് കയറണ്ട. നീ എന്തിനാ കരയുന്നേ? സാരല്ലടാ, അത് ഫ്രീ കിട്ടിയ ജഗ്ഗല്ലേ. അത്ര തന്നെ വേറെ ഇരിപ്പുണ്ടല്ലോ. സാരമില്ല. ഞാൻ കള്ള അച്ഛനോട് പറഞ്ഞ സോറി അച്ഛ. മോൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേ അച്ഛൻ മനസ്സുകൊണ്ട് മോനോട് ക്ഷമിക്കുകയായിരുന്നു. എന്റെ കുഞ്ഞുനാളിലെ മനസ്സ് തന്നെയാണല്ലോ നിന്റെ നോർത്ത് അച്ഛൻ ഉള്ളിൽ ചിരിക്കായിരുന്നടാ. അച്ഛനും മോനും ഒന്ന് തന്നെയല്ലേ? ആഹാ, പഠിപ്പിക്കാനെന്ന് പറഞ്ഞിരുന്നിട്ട് രണ്ടുപേരും കൂടെ വാചകോടിയാ. എന്നിട്ട് ഇനി കഴിച്ചിട്ട് മതി. ഒരു സബ്ജക്ട് 20 മിനിറ്റ് കൂടുതൽ ഒറ്റ സ്ട്രെച്ചിന് വായിക്കുകയോ പഠിക്കുകയോ ചെയ്താലേ ബോറടിക്കും. അപ്പൊ ഒന്ന് റിലാക്സ് ആയ വീണ്ടും ഫ്രഷ്. മഞ്ജു, നീ ആ TV ഓഫ് ചെയ്തിട്ട് വല്ലതും വന്ന് കഴിച്ചേ. ഇങ്ങ തന്നേരമ്മേ. ആ, എന്നാ ഒരു പാ കൂടി എന്റെ മുന്നിൽ വിരിക്കാം. അവിടെ ഞാൻ കിടന്ന് കണ്ടോ. ഏത് നേരം ഒരു കാർട്ടൂൺ കാണല്. കണ്ണു പൊട്ടിപ്പോടി പെണ്ണേ. എങ്കിൽ സീരിയൽ കണ്ട അമ്മയുടെ കണ്ണ് എന്നെ പൊട്ടിയാനെ. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ 4ഉം 5ഉം പേജാ ഹിസ്റ്ററിയുടെ മറ്റു എസ് എഴുതണ്ട്. ഈ ഷെർഷായുടെ ഭരണപരിഷ്കാരമൊക്കെ എത്ര പഠിച്ചാലും ഏതെങ്കിലും പോയിന്റ്സ് ഒക്കെ വിട്ടുപോകും. അപ്പൊ അച്ഛൻ ഒരു സൂത്രപ്പണി പറഞ്ഞു തന്നു. ഈ ഷെർഷയെ നമ്മുടെ അമിതാഭ് ബച്ചനായിട്ട് സങ്കല്പിക്കുക. ഗൗണും തലപ്പാവും ഒക്കെ വെച്ച് ഒരു 6-6 അടി പൊക്കമുള്ള അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചൻ വേണ്ട, മമ്മൂട്ടി മതി. ആ മമ്മൂട്ടി എങ്കിൽ മമ്മൂട്ടി. പിന്നെ മന്ത്രി, അംഗരക്ഷകരും ചേകവരും ഒക്കെ എല്ലാം നമ്മുടെ ഇഷ്ടപ്പെട്ട ആക്ടേഴ്സ്. ഒക്കെ കൂടി ഒരു ലഗാൻ പടം മാതിരി ചരിത്രം അങ്ങോട്ടൊരു സിനിമാ കഥയാണ്. പിന്നെ ഭരണപരിഷ്കാരങ്ങളൊക്കെ അവരുടെ ഡയലോഗ്സ് പോലെ ആക്കിയാൽ കാര്യസ്ഥ. കണ്ട ഒരു സിനിമയുടെ കഥ എഴുതാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് എഴുതത്തില്ലേ? എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. സർക്കാർ എന്ന വാക്ക് പോലും ഷെർഷയുടെ കോൺട്രിബ്യൂഷൻ. എന്റെ മോനെ, നീ അച്ഛന്റെ പുളുവടിയിൽ നിന്ന് ചെന്ന് സാറുമാരുടെ അടുത്ത് വിളമ്പിയേക്കല്ലേ? അവര് വിചാരിക്കും നിന്റെ അച്ഛന് വട്ടാന്ന്. ഞങ്ങളുടെ സാറ് പറഞ്ഞ അച്ഛനൊരു ജീനിയസ് ആണെന്നാ. സാറിന് ഇപ്പോഴും സംശയം അച്ഛനെങ്ങനെ IAS കിട്ടാതെ പോയിന്നാ. ഒരു ദിവസം അച്ഛനെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കണെന്ന് പറഞ്ഞിരിക്കാ സാറ്. മോനെ കുട്ടാ മതിയടാ. ഫ്ലാറ്റിന്റെ മേലെ വീണ അച്ഛന്റെ പൊടി പോലും കിട്ടില്ലടാ മോനെ. കോമ്പസേ അച്ഛൻ പ്രോമിസ് ചെയ്താ പറയത്തില്ല. അച്ഛൻ പ്രോമിസ് ചെയ്താട്ടോ. പ്രോമിസ് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ പിന്നെ അച്ഛനോട് കൂടുതലാട്ടോ. എന്താടാ ഈ കോമ്പസ്? കോമ്പസ് അല്ല, പ്രൊട്ടക്ടർ. ആ, ഇപ്പൊ പിടികിട്ടി. എന്താ വട്ടം കറക്കുന്ന പരിപാടിയല്ലേ? അച്ഛാ പറയരുത് അച്ഛാ. എന്നാ അച്ഛൻ സത്യം ചെയ്യണം. ഞാനാണ് എന്റെ അച്ഛനാണ് എന്റെ അച്ഛനാണ് അല്ല എന്റെ മോനാണ്
കോമ്പസ് എന്താന്ന് പറയില്ല. കോമ്പസ് എന്താണെന്ന് പറയില്ല സത്യം. കേട്ടോ. സത്യം സത്യം സത്യം. ഈ കുട്ടിക്കൊരങ്ങന്റെ തനി സ്വഭാവ ടീനേജിന്. അത് പിള്ളേരുടെ മനസ്സിനെ പിടിച്ചങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. പഠിക്കണോ കളിക്കണോ, പഠിക്കണോ പ്രേമിക്കണോ എന്നൊക്കെ പറഞ്ഞ്. അത് ശരി, അതാണല്ലേ ഈ കോമ്പസ്. ഹേയ്, ഇതൊന്നുമല്ല. കാര്യമൊന്നുമില്ലേലും ഞാൻ അവനോട് സത്യം ചെയ്തല്ലേ മോളെ, അതുകൊണ്ടാണ്. അങ്ങനെ വേണ്ട, നിങ്ങൾ അച്ഛനും മോനും മാത്രമായിട്ടൊരു രഹസ്യം. ഇങ്ങനെയാണ് ഞാനില്ല. എനിക്ക് ഭാഗ്യം. മേലെ വെള്ളിത്തിങ്കൾ താഴെ നിലാക്കായ. നീ കേട്ടിട്ടില്ലേ? നീ കേൾക്കാൻ വഴിയില്ല. അതെ, ഞാൻ തന്നെ എഴുതിയ കവിതയാ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നു. പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അച്ഛന്റെ പ്രേമം ചുറ്റിക്കളിയൊക്കെ മോനും കാണാതിരിക്കോ? തനി ഫോട്ടോ കോപ്പി അല്ലേ? കുട്ടികൾ നമുക്ക് എപ്പോഴും കുഞ്ഞുങ്ങളാ. കൗമാരോ യൗവനോ ഒക്കെ വന്നു പോയാലും അവരെപ്പോഴും നമുക്ക് കുഞ്ഞുങ്ങൾ തന്നെ.